2026 ഏപ്രിൽ 17 വെള്ളിയാഴ്ച ഇസ്രയേലും ലബനോനും തമ്മിലുള്ള ഒരു സീസ് ഫയർ 10 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതുവരെ കേട്ടതെങ്കിൽ ഇന്നിപ്പോൾ അത് വളരെ ഫ്രജൈലാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലബനീസ് മിലിറ്ററിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ വരുന്നത്. അവർ പറയുന്നത് സതേൺ ലബനോനിൽ ഗ്രാമങ്ങളിൽ കനത്ത ഷെല്ലിംഗ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. വെടിനിർത്തൽ ഇസ്രയേലാണ് ലംഘിക്കുന്നത് എന്ന് ലബനീസ് സൈന്യം ആരോപിക്കുന്നത് ഇന്ന് വളരെ പ്രാധാന്യത്തോടെ വരുന്ന വാർത്തകളിൽ ഒന്നാണ്. എന്നാൽ ഇസ്രയേൽ ലബനോൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുന്നത്. 10 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നു. ഇറാനുമായുള്ള ചർച്ചകളിലും ഇനി കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. ഇറാനുമായുള്ള യുദ്ധം ഉടൻ തന്നെ അവസാനിക്കും എന്നാണ് കരുതുന്നത്. അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് നെവാഡയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നതും ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. ഇറാനുമായുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടെ വളരെ പ്രധാനപ്പെട്ട ചില പ്രീ കണ്ടീഷൻസ് ഉണ്ടായിരുന്നല്ലോ. അതിലൊന്നാണ് ലബനോനിലേക്കുള്ള ആക്രമണവും ഇസ്രയേൽ നിർത്തിവെക്കണം എന്നുള്ളത്. അപ്പൊ സീസ് ഫെയർ നിലവിൽ വന്നതോടെ അത് കുറച്ചുകൂടി ചർച്ചകൾക്ക് അടിസ്ഥാനം പകരും എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അടുത്ത ആഴ്ചയോടുകൂടി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔണും തമ്മിൽ വൈറ്റ് ഹൗസിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. മാത്രമല്ല അടുത്ത 20 വർഷത്തേക്ക് ന്യൂക്ലിയർ വെപ്പൺ കൈവശം വെക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചകളിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം. 20 വർഷത്തേക്കെങ്കിലും ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്യരുത്, നിർമ്മിക്കരുത്, ഉപയോഗിക്കരുത് എന്ന തരത്തിലുള്ള നിബന്ധനകളാണ് അമേരിക്ക കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 5 വർഷത്തേക്ക് തങ്ങൾ വേണമെങ്കിൽ അത് മരവിപ്പിക്കാമെന്നായിരുന്നു ഇറാന്റെ നിലപാട്. ഇപ്പോൾ US പ്രസിഡന്റ് പറയുന്നത് 20 വർഷത്തേക്ക് ആണവായുധ വികസനം നടത്തില്ല എന്ന് ഇറാൻ സമ്മതിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചർച്ചകൾക്ക് വളരെ വേഗം പകരും എന്നാണ് നമ്മൾ കരുതുന്നത്. നിലവില് ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഒരു സീസ് ഫയർ ഉണ്ടല്ലോ. അപ്പൊ ആ സീസ് ഫയറിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സീസ് ഫയർ വീണ്ടും നിർത്തിയേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അടുത്ത 1-2 ആഴ്ചകളിലേക്ക് കൂടി വെടിനിർത്തൽ വ്യാപിപ്പിക്കുന്നതിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് വീണ്ടും ചർച്ചാ ടേബിളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് തന്നെ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ അതിന്റെ നേതൃസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി കമാൻഡർ അസിം മുനീറും ഒക്കെ ഈ രാജ്യങ്ങളിലെല്ലാം സന്ദർശനം നടത്തുന്നുണ്ട്. ചർച്ചാ ടേബിളിലേക്ക് ഇരുകക്ഷികളെയും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വളരെ കാര്യമായിട്ട് നടത്തുന്നത്. UAE നയതന്ത്രജ്ഞനും UAE പ്രസിഡന്റിന്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറുമായിട്ടുള്ള അൻവർ ഗർഗാഷ് ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ച് UAEയുടെ നിലപാടുകൾ ഒന്നുകൂടി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. ഈ ഇറാന്റെ ആക്രമണം നടന്ന സമയത്ത് ഏറ്റവും അധികം ആക്രമണം നേരിട്ട രാജ്യം UAE ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. UAE ഒരു ഓപ്പൺ ഫീൽഡ് ആണെന്നാണ് പലപ്പോഴും ഇറാൻ കരുതിയത്. വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഇങ്ങോട്ട് വന്നത്. 2800 ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളുമാണ് UAE നേരിട്ടത്. ഇതിൽ 96% ഷോട്ട് ഡൗൺ ചെയ്യാൻ UAEക്ക് കഴിഞ്ഞു. UAE വളരെ കൃത്യമായി വളരെ എഫിഷ്യന്റ് ആയിട്ടാണ് ഇത്തരം ആക്രമണ ശ്രമങ്ങളോട് പ്രതികരിച്ചത്. UAEയുടെ സന്ദേശം കൃത്യമായി ഇറാന് ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അൻവർ ഗർഗാഷ് പറയുന്നത്. യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടത്. ഹോർമൂസ് സ്ട്രെയിറ്റ് ഒരിക്കലും ഒരു എക്കണോമിക് വെപ്പണാക്കി ഉപയോഗിക്കരുത് എന്ന തരത്തിൽ ശക്തമായ നിലപാടുകൾ UAE ഓൾറെഡി സ്വീകരിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ പാതയിലേക്ക് വരണം എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അതും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് UAE സ്വീകരിച്ചു വന്നത്. അതൊന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് ഡോക്ടർ അൻവർ ഗർഗാഷ്. UAEയില് ലൈഫ് വളരെ നോർമൽ അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. സ്കൂളുകൾ റീഓപ്പൺ ചെയ്യുന്നു ഏപ്രിൽ 20ഓടെ. സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും ആവശ്യമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി അക്കാര്യത്തിലും കൊടുത്തിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇനി സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ ഫർദർ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് UAE ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ലബനോനും ഇസ്രയേലും തമ്മിലും അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള വിഷയത്തിലുമൊക്കെ ഒരു വെടിനിർത്തലിലേക്ക് ഇനി ഒരുപക്ഷെ ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നു എന്നുള്ളത് തന്നെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ്.